എല്ലാവർക്കും പിന്നെ നമസ്കാരം. നമ്മുടെ ഓപ്പറേഷൻ സ്കോട്ട്ലൻഡിന് ശേഷം ഒരു സീരീസ് ചെയ്യാനായിട്ട് നമുക്ക് ഇതുവരെ ഒരു അവസരം കിട്ടിയിട്ടില്ല. ഫൈനലി വി ഗോട്ട് ആൻ ഓപ്പർച്യൂണിറ്റി. നമ്മളിന്ന് ഉള്ളത് കോൺവോളിൻ്റെ അടുത്ത് പ്ലൈമൗത്ത് എന്ന് പറയുന്ന സ്ഥലത്താണ്. നമ്മുടെ കൂടെ ഇന്ന് ബിബിൻ ചേട്ടനുണ്ട്, ഷീനയുണ്ട്, ടോണിയുണ്ട്, നമിതയുണ്ട്, ഞങ്ങളുടെ എല്ലാവരുടെയും കുട്ടികളുണ്ട്. അപ്പോൾ ആഫ്റ്റർ ലോങ് ടൈം ഞങ്ങൾക്കൊരു ഗെറ്റ് ടുഗദർ കൂടിയാണ് ഇന്ന്. ഞങ്ങൾ യാത്ര സ്റ്റാർട്ട് ചെയ്ത ടൈമിൽ ഞങ്ങൾ ആകെ വറീഡായിരുന്നു. കാരണം വേനലാണെങ്കിൽ കൂടെ നല്ല മഴയായിരുന്നു. ഇത്ര നേരം വരെ ട്രാവലിംഗ് മൊത്തം മഴയിലായിരുന്നു. ഹലോ പറ, നിനക്കിവിടെ ഇഷ്ടമായോ? എന്താ ഇപ്പൊ കാണുന്നെന്ന് പറഞ്ഞേ? അതെ, കുറെ ബോട്ട് ഉണ്ട് ഇവിടെ. ഞങ്ങൾ ഇനി അക്വേറിയം കാണാൻ പോവാ. അക്വേറിയത്തിന് ടിക്കറ്റ് ഒക്കെ എടുത്തില്ലേ? അതെ, അത് ബിബിൻ ചേട്ടൻ്റെ മൂത്ത കുട്ടിയാണ്. ഹാർബർ ലോക്കിലൂടെയാണ് നമ്മളിപ്പോൾ കടന്നു വന്നത്. അപ്പോൾ ഇതിൽ എന്തൊക്കെ എഴുതി വെച്ചിട്ടുണ്ട്, ലൈറ്റ് കളിഞ്ഞ് കഴിഞ്ഞാൽ ഇതിൽ കൂടെ നടക്കരുതെന്നോ എന്തൊക്കെയോ. ഞങ്ങളപ്പോൾ മറീൻ അക്വേറിയത്തിൻ്റെ ഇത് കാണാനായിട്ട് ടിക്കറ്റ് ഓൾറെഡി എടുത്തു. ഇവിടെ വന്നതിന് ശേഷമാണ് എടുത്തത്. ടിക്കറ്റ് അവൈലബിലിറ്റി ഒക്കെ ഉണ്ടായിരുന്നു, വലിയ കുഴപ്പമൊന്നും ഉണ്ടായില്ല. അങ്ങനെ 2 മണിയുടെ സ്ലോട്ടാണ് ഞാൻ കിട്ടിയത്. 2 മണിക്ക് ശേഷം വരാനാണ് അവർ നമ്മളോട് പറഞ്ഞത്. 2 മണിയുടെ സെക്ഷനിലോട്ട് ഞങ്ങൾ കയറിക്കൊണ്ടിരിക്കുകയാണ്. നമ്മുടെ മുന്നിൽ ഈ കാണുന്നതാണ് മറീൻ അക്വേറിയം. ഇത് UK ഏറ്റവും വലിയ സീ ലൈഫ് അല്ലെങ്കിൽ നാഷണൽ അക്വേറിയം ആണെന്നാണ് ഇവർ അവകാശപ്പെടുന്നത്. കയറി കണ്ടു കഴിഞ്ഞാലാണ് നമുക്ക് ബാക്കി കാര്യങ്ങൾ അറിയുള്ളൂ. ഇവിടെ മുകളിലോട്ട് വന്നു കഴിഞ്ഞാൽ ചെറിയൊരു കഫറ്റേരിയയും പിന്നെ നിങ്ങൾക്ക് ടോയ്ലറ്റ്സ്, കാര്യങ്ങൾ, ബേബി ചേഞ്ചിങ് അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ ചെയ്യാനുള്ള എല്ലാ ഫെസിലിറ്റീസും ഇവിടെയുണ്ട്. നമ്മൾ അക്വേറിയത്തിൻ്റെ അകത്തോട്ട് കയറാൻ പോവുകയാണ്. വളരെ കൺജസ്റ്റഡ് ആയിട്ടുള്ള ഒരു ലിഫ്റ്റിൻ്റെ അകത്താണ് ഞങ്ങൾക്കുള്ളത്. ഇതിലാണ് നമ്മൾ മുകളിലോട്ട് അക്വേറിയത്തിലോട്ട് പോകുന്നത്. കണ്ണടച്ച കൈൻഡ് ഓഫ് അക്വേറിയാണ് ഇവിടെ ഉള്ളത്. അതൊക്കെ കഴിഞ്ഞ് കണ്ടിറങ്ങി കഴിഞ്ഞപ്പോഴേക്കും ജോക്കുട്ടൻ ഉറക്കമായി. ബാക്കി എല്ലാവരും ഇവിടെ ഫുൾ ആക്റ്റീവാണ് ഇപ്പോഴും. പിന്നെ ഞങ്ങൾ ലഞ്ചൊന്നും കഴിച്ചിട്ടില്ല. ഭക്ഷണം കാര്യം ഞങ്ങൾ ഉണ്ടാക്കി കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. ഭക്ഷണം ഉണ്ടാക്കി കൊണ്ടുവന്നത് ചൂടാക്കാനായിട്ട് ഞങ്ങളിലൊരു മാർഗ്ഗമില്ല. കാര്യം നമ്മളിവിടുന്ന് അക്കോമഡേഷൻ എടുത്തത് ഇവിടുന്ന് ഒരു 13 മിനിറ്റ് ദൂരമുള്ളൂ. പക്ഷേ ഈ പറഞ്ഞ മാതിരി അവിടെ ചെന്ന് കഴിഞ്ഞ് തിരിച്ചു വരാനായിട്ടുള്ളൊരു മൈൻഡില്ല. സോ ഇവിടെ എവിടെയെങ്കിലും എന്തെങ്കിലുമൊക്കെ കഴിച്ച് ഇവിടെ ഒരു പ്ലൈമൗത്ത് ഹോ എന്ന് പറയുന്ന ഒരു ഏരിയ ഉണ്ട്, ഒരു പാർക്കുണ്ട്, ഒരു ലൈറ്റ് ഹൗസ് ഉണ്ട്, പിന്നെ ഒരു ഓപ്പൺ സ്വിമ്മിംഗ് പൂൾ ഉണ്ടെന്ന് കേട്ട്. അതൊക്കെ ഇവിടെ ഒന്ന് കവർ ചെയ്തിട്ട് ബാക്കി കാര്യങ്ങൾ നോക്കാമെന്നാണ് നമ്മുടെ പ്ലാൻ. പിന്നെ നമ്മുടെ അക്കോമഡേഷനിലേക്ക് ഒരു 4 മണിക്കല്ലാതെ നമുക്ക് എൻട്രി ഇല്ല. അപ്പോൾ അതും കൂടി ഒരു ലിമിറ്റേഷനാണ്.
സോ അക്വേറിയം ഞങ്ങളെല്ലാവരും നല്ല രീതിയിൽ എൻജോയ് ചെയ്തു. എല്ലാവരും ഹാപ്പിയാണ്. 25 പൗണ്ടായിരുന്നു ടിക്കറ്റ് അഡൽസിന്. പിന്നെ കിഡ്സിന് എബവ് 3 ഏതാണ്ട് 15 പൗണ്ടായിരുന്നു ടിക്കറ്റ്. പിന്നെ അണ്ടർ 3 ചിൽഡ്രൻസിന് പൈസ ഇല്ല, ഫ്രീ ആണ്. ഈ ടിക്കറ്റിൻ്റെ ഇത് വെച്ച് നോക്കുമ്പോൾ പൈസ വർത്താണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ വർത്താണ്. വി എൻജോയ്ഡ് ഇറ്റ്. നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായില്ലേ? 25 പൗണ്ടിന് വർത്തുണ്ടോ? ഉണ്ടല്ലോ, ഉണ്ട്. സ്പെൻഡ് ചെയ്യാനുണ്ട്, കുറേയൊക്കെ സ്പെൻഡ് ചെയ്യാണ്. ഞങ്ങൾക്ക് ലക്കിലി ഞങ്ങൾക്കൊരു ഷോ കൂടെ കിട്ടി. നമ്മുടെ അറ്റ്ലാന്റിക് ഓഷ്യൻ്റെ ഇവരുടെ ഒരു സെഷൻ കവർ ചെയ്യുന്നൊരു ഇതുണ്ട്, അത് ഞങ്ങൾക്ക് കവർ ചെയ്യാൻ പറ്റി. അപ്പോൾ കുറേ ഷാർക്കുകളെയൊക്കെ കണ്ടു. അങ്ങനെയൊക്കെ ബാക്കി വിശേഷങ്ങൾ പുറത്തിറങ്ങിയിട്ട്. 100 വർഷം പഴക്കമുള്ള എന്തോ ഒരു സ്പെസിമെനാണ് ഇപ്പം നമ്മൾ കണ്ടത്. അതെന്ത് സാധനമാണെന്ന് എനിക്കറിയില്ല, അവിടെ എഴുതി വെച്ചിട്ടില്ല. എനിക്ക് 200 വർഷം പഴക്കമുണ്ട്, ഞാൻ ഫ്രജൈലാണെന്ന് മാത്രം അവിടെ എഴുതി വെച്ചിട്ടുണ്ട്. കണ്ടിട്ട് എന്തോ കൈൻഡ് ഓഫ് ക്ലാമാണ്. അപ്പോൾ എക്സിറ്റ് നമുക്ക് ഷോപ്പിൻ്റെ ഉള്ളിൽ കൂടെയാണ്. എല്ലാം കഴിഞ്ഞ് ഞങ്ങളപ്പോൾ ഇവിടെ നിന്ന് ഇറങ്ങുകയാണ്. എന്നിട്ടത് എന്താണ് ചുമക്കാതിരിക്കും. Okay, I'll just